Hi all, welcome to Study with PSC. 10th Prelims previous maths questions ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 400-നും 1100-നും ഇടയ്ക്ക് 6ന്റെ എത്ര ഗുണിതങ്ങളുണ്ട്? സൊല്യൂഷൻ 400/6 1100/6. ഇത് കണ്ടുപിടിക്കുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ 6 6 36 6 6 36 66 പോയിന്റ് വരും. അപ്പൊ 66 സംതിങ് വന്നാൽ പോയിന്റിന് ശേഷമുള്ള വാല്യൂ എടുക്കണ്ട. അപ്പൊ ഇവിടെ 66 വരും. അതുപോലെ ഇത് 1100/6 6 1 6 6 8 48 6 3 18 183 സംതിങ് വരും. പോയിന്റിന് ശേഷമുള്ള വാല്യൂ എടുക്കണ്ട. അപ്പൊ ഇത് 183 എടുക്കുക. 183 മൈനസ് 66 is equal to 117. ആൻസർ ഓപ്ഷൻ എ. ഇത് എളുപ്പ വഴിയാണ്. ഇനി ഇത് കണ്ടുപിടിക്കാനുള്ള കറക്റ്റ് മെത്തേഡ് ഇതാണ്. 6ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ഒരു സമാന്തര ശ്രേണിയാണ്. അപ്പൊ അത് സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് a plus n minus 1 into d is equal to nth ടേം, അതായത് tn. അപ്പൊ ഇതിൽ നിന്ന് n-ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ a എന്ന് പറയുന്നത് ആദ്യ സംഖ്യ എന്ന് പറയുന്നത് 400-ന് ശേഷമുള്ള 6ന്റെ ഗുണിതം, അത് 402 ആണ്. 1100-ന് തൊട്ട് താഴെയുള്ള 6ന്റെ ഗുണിതം, അതായിരിക്കും അവസാനത്തെ സംഖ്യ, അതായത് nth ടേം 1098. പൊതുവ്യത്യാസം d, അത് 6 ആണ്. 6ന്റെ ഗുണിതങ്ങളാകുമ്പോൾ 6 ആണ് പൊതുവ്യത്യാസം. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് n-ന്റെ വാല്യൂ ആണ്. ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 402 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു 1098. n മൈനസ് 1 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു 1098 മൈനസ് 402. 8 മൈനസ് 2 6, 9 മൈനസ് 0 9, 10 മൈനസ് 4 6, 696. n മൈനസ് 1 ഇൻറ്റു 6 696. അപ്പൊ n മൈനസ് 1 ഈസ് ഈക്വൽ ടു 696/6 116. n മൈനസ് 1 ഈസ് ഈക്വൽ ടു 116. therefore n ഈസ് ഈക്വൽ ടു 116 പ്ലസ് 1 117. ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഇതാണ് ഇതിന്റെ കറക്റ്റ് മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ 12ന്റെ ഗുണിതം ഏത്? ഓപ്ഷൻ എ 3816, ബി 3247, സി 3649, ഡി 3347. സൊല്യൂഷൻ, ഇത് ചെയ്യുന്നത് 12 എന്ന് വെച്ചാൽ 4 ഇൻറ്റു 3 6 ഇൻറ്റു 2, ഇങ്ങനെ 2 രീതിയിലാണ് 12. ഇതിൽ കോ പ്രൈം ആയിട്ട് വരുന്നത് ഏതെന്ന് നോക്കുക. കോ പ്രൈം എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന സംഖ്യകളുടെ HCF അല്ലെങ്കിൽ ഉസാഖ 1 ആയിരിക്കും. അപ്പൊ ഇവിടെ ഉസാഖ 1 ആയിട്ട് വരുന്നത് ഈ ഒരു സെറ്റിലാണ്. 4 3 ആണ്. 4ന്റെ 3ന്റെ ഉസാഖ 1 ആണ്. അപ്പൊ ഇതൊരു കോ പ്രൈം സെറ്റ് ആണ്. അപ്പൊ ഈ കോ പ്രൈം ആയിട്ട് വരുന്നതിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അതായത് ഇവിടെ 4ന്റെ 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന സംഖ്യ എടുക്കുക. അപ്പൊ ഈ സംഖ്യകളിൽ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഒരു സംഖ്യയുടെ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യ മുഴുവൻ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതുപോലെ 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് അറിയാനായിട്ട് തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക എടുക്കുക. അത് 3ഓ 3ന്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ ആ സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ 4ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാം. അതായത് ഇവിടുത്തെ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് 16 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഈ സംഖ്യ മുഴുവൻ 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അടുത്തത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഈ സംഖ്യയിലെ അക്കങ്ങളുടെ തുക നോക്കുക. 3 8 11, 11 1 12, 12 6 18.
അക്കങ്ങളുടെ തുക ഈ സംഖ്യയിൽ 18 അപ്പോൾ 18 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഈ സംഖ്യ മുഴുവൻ ഈ സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് 3ന്റെയും 4ന്റെയും മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്. അതായിരിക്കും 12ന്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ 3816. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ തുക കാണുക. 13.07, 21, 0.3, 1.25, 0.137, 26.546. അപ്പൊ ഇതെല്ലാം ദശാംശ സംഖ്യകളാണ്. കൃത്യമായിട്ട് എഴുതി കൂട്ടുക. 13.07 പ്ലസ് 21 പ്ലസ് 0.3 പ്ലസ് 1.25 പ്ലസ് 0.137 പ്ലസ് 26.546. അപ്പൊ ഇത് 6 7 13 ശിഷ്ടം 1 7 5 12 3 15 4 19 1 20 0 ശിഷ്ടം 2 3 2 5 5 1 6 5 11 11 2 13 ശിഷ്ടം 1 പോയിന്റ് ഇട്ടു. 3 1 4 1 5 5 6 11 11 1 12 ശിഷ്ടം 1 1 2 3 3 2 5 5 1 6 62.303. ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ, 20.009 എത്ര കൂട്ടിയാൽ 50 കിട്ടും? സൊല്യൂഷൻ, കണ്ടുപിടിക്കേണ്ട സംഖ്യ എക്സ് ആയിട്ട് എടുക്കാം. അപ്പം 20.009 എത്ര കൂട്ടിയാൽ 50 കിട്ടും? 20.009 plus x is equal to 50. Therefore, സംഖ്യ x is equal to 50 minus 20.009. 9 1 10, 1 9 10, 1 9 10, 1 9 10, 1 9 10, 5 minus 3 2. 29.991 ആണ് സംഖ്യ. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, 1/2 1/3 ഇടയിലുള്ള ഭിന്നസംഖ്യയാണ്. സൊല്യൂഷൻ, രണ്ട് ഭിന്നസംഖ്യകൾക്കിടയിലുള്ള ഭിന്നസംഖ്യ കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴിയാണ് അംശങ്ങൾ തമ്മിൽ കൂട്ടി അംശമായി എഴുതുക, ഛേദങ്ങൾ തമ്മിൽ കൂട്ടി ഛേദമായി എഴുതുക. അപ്പൊ ഇവിടുത്തെ ഭിന്നസംഖ്യകൾ 1/2 1/3 ആണ്. അപ്പൊ ഇതിനിടയിലുള്ള ഭിന്നസംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ഇവിടെ അംശങ്ങൾ തമ്മിൽ കൂട്ടി അംശമായിട്ട് എഴുതുക. അപ്പൊ ഇത് 1 + 1 ബൈ ഛേദങ്ങൾ തമ്മിൽ കൂട്ടി ഛേദമായിട്ട് എഴുതുക 2 + 3. അപ്പൊ 2/5. 2/5 ആണ് ആൻസർ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും വലുത് ഏത്? ഓപ്ഷൻ എ 7/11, ബി 13/17, സി 3/7, ഡി 21/25. സൊല്യൂഷൻ, ഇവിടെ നോക്കിയാൽ ഈ ഭിന്നസംഖ്യകളെല്ലാം സാധാരണ ഭിന്നസംഖ്യകളാണ്. സാധാരണ ഭിന്നസംഖ്യകൾ എന്ന് വെച്ചാൽ അംശം ഛേദത്തേക്കാൾ ചെറിയ സംഖ്യയായിരിക്കും. പിന്നെ ഇവിടെ ഈ ഭിന്നസംഖ്യകളിലെല്ലാം അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം സെയിം ആണ്. ഇവിടെ ആണെങ്കിൽ 11 - 7 4, 17 - 13 4, 7 - 3 4, 25 - 21 4. ഇങ്ങനെ സാധാരണ ഭിന്നവും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസവും തുല്യമായിട്ട് വന്നാൽ അതിലെ വലിയ സംഖ്യ എന്ന് പറയുന്നത് വലിയ ഛേദം വരുന്ന സംഖ്യയായിരിക്കും. ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ചെറിയ ഛേദം വരുന്ന സംഖ്യയായിരിക്കും. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വലിയ സംഖ്യയാണ്. അതുകൊണ്ട് വലിയ ഛേദം വരുന്നത് 25 ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി 21/25 ആണ്. ഇവിടുത്തെ ചെറിയ സംഖ്യ ആണെങ്കിൽ
ചെറിയ ഛേദം വരുന്ന സംഖ്യയായിരിക്കും. ഇവിടുത്തെ ചെറിയ ഛേദം 7 ആയതുകൊണ്ട് ഇതിലെ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 3/7 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 4 കുട്ടികൾക്ക് ശരാശരി 7 വയസ്സ്, അഞ്ചാമത് ഒരു കുട്ടി കൂടി ചേർന്നാൽ ശരാശരി 6 വയസ്സ്. അഞ്ചാമന്റെ വയസ്സ് എത്ര? സൊല്യൂഷൻ, അഞ്ചാമന്റെ വയസ്സ് 4 കുട്ടികളുടെ ആകെ വയസ്സും 5 കുട്ടികളുടെ ആകെ വയസ്സും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. അപ്പൊ ഇവിടെ 4 കുട്ടികളുടെ ആകെ വയസ്സ്, 4 കുട്ടികളുടെ ശരാശരി വയസ്സ് 7 ആണെങ്കിൽ 4 കുട്ടികളുടെ ആകെ വയസ്സ് 4 × 7 28 ആയിരിക്കും. അതായത് ശരാശരി ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ബൈ നമ്പർ ആണ്. അപ്പൊ ടോട്ടൽ ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ. അപ്പൊ ഇവിടെ ആവറേജ് ഇൻറ്റു നമ്പർ ആയിരിക്കും ടോട്ടൽ. അതുപോലെ 5 കുട്ടികളുടെ ആകെ വയസ്സ്, 5 കുട്ടികളുടെ ശരാശരി വയസ്സ് 6 ആണെങ്കിൽ 5 കുട്ടികളുടെ ആകെ വയസ്സ് 5 × 6 30 ആയിരിക്കും. അപ്പൊ അഞ്ചാമന്റെ വയസ്സ് ഇത് തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. അഞ്ചാമന്റെ വയസ്സ് ഈസ് ഈക്വൽ ടു 30 - 28 2 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന് തുടർച്ചയായി 20%, 10%, 25% എന്ന രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം? സൊല്യൂഷൻ, ആകെ ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ഡിസ്കൗണ്ടുകളെല്ലാം ഒരു സിംഗിൾ ഡിസ്കൗണ്ട് ആക്കണം. അപ്പൊ ഇതിങ്ങനെയാണ്. ഇവിടെ തന്നിരിക്കുന്ന ഡിസ്കൗണ്ട് D1 20%, D2 10%, D3 25%. ടോട്ടൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ആകെ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ടോട്ടൽ ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു 100 - 100 × 100 - D1/100 × 100 - D2/100 × 100 - D3/100. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 100 - 100 × 100 - D1. 100 - D1 എന്ന് പറയുമ്പോൾ 100 - 20 80/100 × 100 - D2. 100 - 10 90. 90/100 × 100 - D3. 100 - 25 75. 75/100. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ ഇവിടെ 100 100 വെട്ടി, 0 0 വെട്ടി, 25 3 75, 25 4 100, 4 2 8, 3 2 6 6 9 54. അപ്പൊ ഇത് 100 - 54 ദാറ്റ് ഈസ് ഈക്വൽ ടു 46%. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. ഇതേ വേഗതയിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര? സൊല്യൂഷൻ, ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. അപ്പോൾ 1 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25/5 5 മിനിറ്റ് എടുത്തു. 1 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 5 മിനിറ്റ് എടുത്തെങ്കിൽ 3.5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 3.5 × 5 5 5 25 ശിഷ്ടം 2 3 5 15 2 17 17.5 മിനിറ്റ്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ,
പ്ലസ് എന്നാൽ ഇൻറ്റു മൈനസ് എന്നാൽ പ്ലസ് ആയാൽ 14 പ്ലസ് 3 മൈനസ് 4 എത്ര? സൊല്യൂഷൻ ഇവിടെ സൈൻ മാറ്റി കൊടുക്കണം. അതായത് പ്ലസ് ഇൻറ്റു ആവും. അപ്പൊ ഇത് 14 ഇൻറ്റു 3 മൈനസ് പ്ലസ് ആവും. അപ്പൊ 3 പ്ലസ് 4 14 ഇൻറ്റു 3 പ്ലസ് 4. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതുപോലെയുള്ള കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യേണ്ടത് ബോഡ്മാസ് റൂൾ വെച്ചിട്ടാണ്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ബ്രാക്കറ്റിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യേണ്ട ഓർഡർ ആദ്യം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ, ഇങ്ങനെ വേണം. അപ്പൊ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ. അപ്പൊ ഇത് 14 ഇൻറ്റു 3 42 പ്ലസ് 4 42 പ്ലസ് 4 46. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ഗണിത ചിഹ്നങ്ങൾ തിരഞ്ഞെടുത്ത് സമവാക്യം പൂരിപ്പിക്കുക. 6 6 6 is equal to 30. സൊല്യൂഷൻ ഇവിടെ ഓപ്ഷൻ എയിൽ സൈന് മൈനസും ഇൻറ്റു ആണ്. അപ്പൊ അത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. 6 മൈനസ് 6 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു 6 മൈനസ് 6 0. 0 ഇൻറ്റു 6 0 ആണ്. അപ്പൊ ഓപ്ഷൻ എ അല്ല. അടുത്തത് ഓപ്ഷൻ ബി ഇൻറ്റു മൈനസ്. അപ്പൊ ഇത് 6 ഇൻറ്റു 6 മൈനസ് 6. 6 6 36 മൈനസ് 6 30. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ഇൻറ്റു മൈനസ്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 12 6 24 12 48 24 ഡാഷ്. സൊല്യൂഷൻ ഈ സീരീസ് എങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കുക. ഇത് വന്നിരിക്കുന്നത് 12 24 48. ഇത് 12 ഇൻറ്റു 2 24 24 ഇൻറ്റു 2 48. അടുത്തത് 6 12 24 6 ഇൻറ്റു 2 12 12 ഇൻറ്റു 2 24. അപ്പൊ ഇത് വന്നിരിക്കുന്നത് ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 12 ഇൻറ്റു 2 24 24 ഇൻറ്റു 2 48. ഇനി അടുത്തത് 48 ഇൻറ്റു 2 ആയിരിക്കും. 48 ഇൻറ്റു 2 96. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോഡ് ഭാഷയിൽ പോലീസ് എന്ന വാക്കിനെ OMIEXY എന്ന് കോഡ് ചെയ്യാമെങ്കിൽ ലേബർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? സൊല്യൂഷൻ ഇവിടെ പോലീസ് എങ്ങനെയാണ് OMIEXY ആയെന്ന് നോക്കുക, അതുപോലെ ലേബറിനെ മാറ്റുക. PO ആണ്, അതായത് OP. അപ്പൊ ഇത് P മൈനസ് 1 ആണ് OF. OM MN. അപ്പൊ O മൈനസ് 2 ആണ് M. LI JKL. അപ്പൊ L മൈനസ് 3 ആണ് IE. EFGHI. അപ്പം I മൈനസ് 4 ആണ് E. CX XYZ ABC. C മൈനസ് 5 ആണ് X. EY Y കഴിഞ്ഞിട്ട് ZABCDE. E മൈനസ് 6 ആണ് Y. അപ്പൊ ഇവിടെ -1 -2 -3 -4 -5 -6. അതുപോലെ ലേബറിനെ മാറ്റുക. L മൈനസ് 1 K. A മൈനസ് 2. അപ്പൊ എയുടെ റിവേഴ്സ് ആയിട്ടുള്ള ആൽഫബറ്റുകൾ എഴുതുക. എന്നിട്ട് അതിന്റെ രണ്ടാമത്തെ എടുത്താൽ മതി. അപ്പൊ ഇവിടെ XYZA. അപ്പൊ ഇവിടെ എ അങ്ങ് മാറ്റി നിർത്തുക. എയുടെ റിവേഴ്സ് ആയിട്ടുള്ള A മൈനസ് 2 എന്ന് വെച്ചാൽ എയുടെ റിവേഴ്സ് ആയിട്ടുള്ള ആൽഫബറ്റുകൾ എഴുതുക. അവിടുന്ന് എ മാറ്റി നിർത്തിയിട്ട് എ ഒഴികെ രണ്ടാമത് എടുക്കുക. എ മാറ്റി നിർത്തിയിട്ട് രണ്ടാമത്തെ എടുക്കുക. അപ്പൊ ഇവിടെ 1 രണ്ടാമത്തത് Y ആണ്. അപ്പൊ A മൈനസ് 2 Y ആണ്. അടുത്തത് B മൈനസ് 3. ഇവിടെ ബിയുടെ റിവേഴ്സ് ആയിട്ട് കുറച്ച് ആൽഫബറ്റ് എഴുതുക.
അവിടുന്ന് ബി മാറ്റി നിർത്തിയിട്ട് മൂന്നാമത്തെ എടുക്കുക. അപ്പൊ ഇത് എക്സ് വൈ ഇസഡ് എ ബി. ഇത് ബി അങ്ങ് മാറ്റാം, മൂന്നാമത്തെ എടുക്കാം, 1 2 3. അപ്പോൾ ബി മൈനസ് 3 വൈ ആണ്. അടുത്തത് ഒ മൈനസ് 4. അപ്പോൾ ഒയുടെ റിവേഴ്സ് ആയിട്ട് കുറച്ച് ആൽഫബറ്റ് എഴുതുക. അപ്പം അത് കെ എൽ എം എൻ ഒ. ഒ എങ്ങ് മാറ്റി നിർത്തുക, നാലാമത്തെ എടുക്കുക, 1 2 3 4. അപ്പം അത് കെ വരും, ഒ മൈനസ് 4 കെ. അടുത്തത് യു മൈനസ് 5. അപ്പോൾ യുവിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൽഫബറ്റ് എഴുതാം. എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു. യു മാറ്റിയിട്ട് അഞ്ചാമത്തെ എടുക്കുക, 1 2 3 4 5. അപ്പോൾ യു മൈനസ് 5 പി ആണ്. അടുത്തത് ആർ മൈനസ് 6. അപ്പോൾ ആറിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൽഫബറ്റ് എഴുതാം. കെ എൽ എം എൻ ഒ പി ക്യു ആർ. ഇവിടെ 6 മാറ്റാം, ആറാമത്തെ എടുക്കാം, 1 2 3 4 5 6. അപ്പോൾ എല്ലാണ് വരുന്നത്. അപ്പോൾ ഇത് കെ വൈ വൈ കെ പി എൽ. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ക്രമീകരിച്ചാൽ ആദ്യം വരുന്ന വാക്ക് ഏത്? സൊല്യൂഷൻ. 4 വാക്കുകളുണ്ട്: ക്ലൗഡ്, മിഡില്, ചെയിന്, ഗ്രൗണ്ട്. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലെ ആദ്യത്തെ അക്ഷരം എ ആണ്, അവസാനത്തെ അക്ഷരം ഇസഡ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ആദ്യം വരേണ്ടത് സീല് തുടങ്ങുന്ന വാക്കായിരിക്കും. സീല് തുടങ്ങുന്ന 2 വാക്കുകളുണ്ട് ഇവിടെ, ക്ലൗഡ്, ചെയിന്. അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ അക്ഷരം ക്ലൗഡിലും ചെയിനിലും സി ആണ്. അപ്പൊ ഇനി രണ്ടാമത്തെ അക്ഷരം വെച്ച് നോക്കുക. ക്ലൗഡിൽ രണ്ടാമത്തെ അക്ഷരം എൽ ആണ്, ചെയിനിൽ രണ്ടാമത്തെ അക്ഷരം എച്ച് ആണ്. അപ്പൊ എച്ചിന് ശേഷമാണ് എല്ല് വരുന്നത്, എച്ച് കഴിഞ്ഞിട്ടാണ് എല്ല് വരുന്നത്. അപ്പൊ ഇവിടെ ആദ്യത്തെ വാക്കെന്ന് പറയുന്നത് ചെയിൻ ആയിരിക്കും. ആൻസർ ഓപ്ഷൻ സി. അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ വാക്ക് ചെയിൻ ആണ്, രണ്ടാമത്തെ വാക്ക് ക്ലൗഡ് ആണ്, മൂന്നാമത്തെ വാക്ക് സിക്ക് ശേഷം സി കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ അക്ഷരം ഇവിടെ ജി ആണ്. അപ്പൊ ഇവിടെ മൂന്നാമത്തെ വാക്ക് ഗ്രൗണ്ട് ആയിരിക്കും, ജിക്ക് ശേഷമാണ് എം വരുന്നത്. അപ്പം നാലാമത്തെ വാക്ക് ഇവിടെ മിഡിൽ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ആൻസർ ആദ്യത്തെ വാക്ക് ഓപ്ഷൻ സി ചെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇക്വലന്റ് ഡാഷുമായി ബന്ധമില്ല. സൊല്യൂഷൻ. ഇങ്ങനെ ഒരു വേർഡ് തന്നിട്ട് അതുമായിട്ട് ബന്ധമില്ലാത്ത വാക്ക് ഏതെന്ന് ചോദിച്ചാല് ആ വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റാത്ത വാക്ക് ഏതാണോ അതായിരിക്കും അതുമായിട്ട് ബന്ധമില്ലാത്തത്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കുക, തന്നിരിക്കുന്ന വാക്കിലെ അക്ഷരങ്ങളെ കൂടാതെ വേറെ ഏതെങ്കിലും അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഏതെങ്കിലും വാക്കുണ്ടെങ്കിൽ അതായിരിക്കും അതുമായിട്ട് ബന്ധമില്ലാത്തത്. അപ്പൊ ഇവിടെ ഇക്വലന്റുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ എ ഇക്വിറ്റി, ബി ഈക്വല്, സി ടെയില്, ഡി ലെൻറ്റ്. ഓപ്ഷൻ എയിലെ ഇക്വിറ്റിയിലെ വൈ ഉണ്ടല്ലോ, ഇക്വലന്റിൽ ഇല്ല, ഇക്വലന്റിൽ വൈ എന്ന അക്ഷരം ഇല്ല. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഇക്വിറ്റി ആണ്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാവേ. ഇക്വിറ്റി, ഇ ക്യു യു ഐ ടി വൈ. ഇക്വലന്റിലാണെങ്കിൽ ഇ ക്യു യു ഐ ടി ഉണ്ട്, പക്ഷെ വൈ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഇക്വലന്റുമായിട്ട് ബന്ധമില്ലാത്തത് ഇക്വിറ്റി ആണ്. അടുത്ത് ഈക്വല്, ഇ ക്യു യു എ എൽ, ഇ ക്യു യു എ എൽ. അപ്പൊ ഈക്വലിലെ അക്ഷരങ്ങളെല്ലാം ഇക്വലന്റിലുണ്ട്. അടുത്ത് ടെയില്, ടി എ എൽ ഇ, ടി എ എൽ ഇ. ടെയിലിലെ അക്ഷരങ്ങളൊക്കെ ഇക്വലന്റിലുണ്ട്. അടുത്ത് ലെൻറ്റ്, എൽ ഇ എൻ ടി, എൽ ഇ എൻ ടി. ലെൻറ്റിലെ അക്ഷരങ്ങളൊക്കെ ഇക്വലന്റിലും ഉണ്ട്. അപ്പൊ ഇവിടെ ഇക്വലന്റുമായിട്ട് ബന്ധമില്ലാത്തത് ഇക്വിറ്റി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബന്ധം കണ്ടുപിടിക്കുക. കാർഡിയോളജി ഹൃദയം, നെഫ്രോളജി ഡാഷ്. സൊല്യൂഷൻ. കാർഡിയോളജി ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ നെഫ്രോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? നെഫ്രോളജി വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി വൃക്കുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ ചെമ്പ്,
ബി അൾനിക്കോ, സി അലൂമിനിയം, ഡി ഇരുമ്പ്. സൊല്യൂഷൻ: ഇവിടെ ചെമ്പ്, അലൂമിനിയം, ഇരുമ്പ് ഇത് മൂന്നും ലോഹങ്ങളാണ്. അൾനിക്കോ ഒരു ലോഹ സങ്കരമാണ്. അപ്പൊ ഇവിടെ വേറിട്ട് നിൽക്കുന്നത് അൾനിക്കോ ആണ്. ആൻസർ ഓപ്ഷൻ ബി അൾനിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ: 4 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സായിരുന്നു. 6 കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ ഇരട്ടി വയസ്സാകും. മകളുടെ ഇന്നത്തെ വയസ്സ് എത്ര? സൊല്യൂഷൻ: ഈ ടൈപ്പ് പ്രോബ്ലത്തിലെ പ്രായം കുറഞ്ഞ ആളുടെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് y1 ഇൻറ്റു t1 മൈനസ് 1 പ്ലസ് y2 ഇൻറ്റു t2 മൈനസ് 1 ഡിവൈഡഡ് ബൈ t1 മൈനസ് t2. ഇവിടെ y1 y2 ഇയേഴ്സ് ആണ്, വർഷങ്ങളാണ്. t1 t2 മടങ്ങുകളാണ്, ടൈംസ്. അപ്പൊ ഇവിടെ y1 4, y2 6, t1 3, t2 2. ഇരട്ടി എന്ന് വെച്ചാൽ 2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ അമ്മയും മകളും ആണുള്ളത്. പ്രായം കുറഞ്ഞ ആളപ്പം മകളാണ്. അപ്പൊ മകളുടെ ഇപ്പോഴത്തെ വയസ്സാണ് ഈ ഫോർമുല വഴി കണ്ടുപിടിക്കുന്നത്. അതാണ് ചോദ്യം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 ഇൻറ്റു 3 മൈനസ് 1 പ്ലസ് 6 ഇൻറ്റു 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 മൈനസ് 2. അപ്പൊ ഇത് 4 ഇൻറ്റു 2 പ്ലസ് 6 ഇൻറ്റു 1 ബൈ 3 മൈനസ് 2 1. ഇത് 8 പ്ലസ് 6 14. മകളുടെ ഇപ്പോഴത്തെ വയസ്സ് 14. ആൻസർ ഓപ്ഷൻ ബി. ഇനി അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സും കണ്ടുപിടിക്കാം. അപ്പൊ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് കിട്ടിയല്ലോ. അപ്പൊ അമ്മയുടെ വയസ്സാണെങ്കിൽ അമ്മയ്ക്ക് 4 കൊല്ലം മുമ്പ് മകളുടെ 3 ഇരട്ടി വയസ്സായിരുന്നു. അപ്പം 4 കൊല്ലം മുമ്പ് മകൾക്ക് x വയസ്സാണെങ്കിൽ അമ്മയ്ക്ക് 3x വയസ്സായിരിക്കും. അപ്പൊ ഇപ്പം മകൾക്ക് 14 വയസ്സാണ്. അപ്പൊ 4 കൊല്ലം മുമ്പ് മകൾക്ക് 14 മൈനസ് 4 10 വയസ്സായിരിക്കും. അപ്പൊ അമ്മയ്ക്കോ 10 ഇൻറ്റു 3 30 വയസ്സായിരിക്കും. അപ്പം അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുമ്പോൾ 30 പ്ലസ് 4 34 ആയിരിക്കും. 34 ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ കൊടുത്താലും ചെയ്യാൻ പറ്റും. ഡോട്ടർ ആൻഡ് മദർ. 6 കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ ഇരട്ടി വയസ്സാകും. അപ്പം മകൾക്ക് x വയസ്സാണെങ്കിൽ അമ്മയ്ക്ക് 2x വയസ്സായിരിക്കും. അപ്പൊ ഇവിടെ 6 കൊല്ലം കഴിഞ്ഞാൽ 6 കൊല്ലം കഴിയുമ്പോൾ മകൾക്ക് ഇപ്പൊ 14 വയസ്സാണ്. അപ്പൊ 6 കൊല്ലം കഴിയുമ്പോൾ 14 പ്ലസ് 6 20 വയസ്സായിരിക്കും. അമ്മയ്ക്കാണെങ്കിൽ 20 ഇൻറ്റു 2 40 വയസ്സായിരിക്കും. 6 കൊല്ലം കഴിഞ്ഞ്. അപ്പൊ ഇപ്പോഴത്തെ അമ്മയുടെ വയസ്സോ 40 മൈനസ് 6 34. ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഈ 2 കണ്ടീഷനിൽ വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഇനി വേറൊരു മെത്തേഡ് കൂടെ പഠിക്കാം. അതായത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ മെത്തേഡ്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഉപയോഗിച്ചും ഈ സെയിം പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതിങ്ങനെയാണ്: 4 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സായിരുന്നു. അപ്പൊ ബിഫോർ 4 ഇയേഴ്സ് അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സ് 1:3 റേഷ്യോ വരും. അടുത്തത് 6 കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ ഇരട്ടി വയസ്സാകും. ആഫ്റ്റർ 6 ഇയേഴ്സ് അമ്മയ്ക്ക് മകളുടെ ഇരട്ടി വയസ്സാകുമ്പോൾ റേഷ്യോ 1:2 എന്ന് വരും. എന്നിട്ട് ഇവിടെ ഈ ഡിഫറൻസ് സെയിം ആണോ എന്ന് നോക്കുക. സെയിം ആണെങ്കിൽ ഈ റേഷ്യോ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റും. സെയിം അല്ലെങ്കിൽ ഈ ഡിഫറൻസ് സെയിം ആക്കണം. അപ്പൊ ഈ ഡിഫറൻസ് ആദ്യം സെയിം ആണോ നോക്കാവേ. അപ്പൊ ഇത് 1 മൈനസ് 1 ഇവിടെ എന്താ 0 ഇവിടെ 3 മൈനസ് 2 1 ആണ്. അപ്പൊ ഈ ഡിഫറൻസ് തമ്മിൽ വ്യത്യാസമുണ്ട്. 0 1 വന്നിരിക്കുന്നത്. ഇത് രണ്ടും സെയിം ആയിട്ട് വരണം. വന്നില്ലെങ്കിൽ അങ്ങനെ ആക്കണം. ചില റേഷ്യോസിൽ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ അല്ല. അപ്പൊ ഇതൊന്നും ആക്കണം. അതിനായിട്ട് ഈ വ്യത്യാസം നോക്കുക, ഈ വ്യത്യാസം എടുക്കുക. ഈ വ്യത്യാസം 3 മൈനസ് 1 2 ഈ വ്യത്യാസം 2 മൈനസ് 1 1 എന്നിട്ട് ഈ റേഷ്യോനെ ഈ വ്യത്യാസം കൊണ്ട് ഗുണിക്കുക, ഈ റേഷ്യോനെ ഈ വ്യത്യാസം കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇത് ഇങ്ങനെ വരും. 1:3 ഇവിടെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇത് 1:3 തന്നെ വരും. 1:2 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1 ഇൻറ്റു 2 2 2 ഇൻറ്റു 2 4. അപ്പൊ ഇത് 2:4 എന്നായി. എന്നിട്ട് അപ്പൊ ഇവിടുത്തെ ഈ ഡിഫറൻസ് സെയിം ആയിട്ട് വരും. അപ്പൊ ഇവിടെ 2 മൈനസ് 1 1 വന്നു. 4 മൈനസ് 3 1 വന്നു. അപ്പൊ ഇവിടെ ഡിഫറൻസ് 2 സെയിം, 2 1 കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഈ ഡിഫറൻസിന്റെ ഇവിടെ ഏത് സംഖ്യയാണോ വരുന്നത് അതിനെ x കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇത് 1 ഇൻറ്റു x
എക്സ് ആയി. ഒരു എക്സ് എന്ന് വെച്ചാൽ എക്സ് തന്നെ. എക്സ് ഈസ് ഈക്വൽ ടു, പിന്നെ ഈ വർഷങ്ങൾ തമ്മിൽ ഇവിടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് വന്നിരിക്കുന്നത്, ബിഫോറും ആഫ്റ്ററും. അപ്പോൾ അതുകൊണ്ട് ഇത് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇത് 4 + 6 10. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സ് ഇവിടെ 10 കിട്ടി. അപ്പൊ ഇവിടെ 4 വർഷം മുമ്പത്തെ റേഷ്യോ ഇപ്പം 1:3 ആണ്. അപ്പൊ ഇത് 1:3നെ എക്സ് 3x ആയിട്ട് എടുക്കുക. എക്സിന്റെ വാല്യൂ കൊടുക്കുക. 10 × 3 30 ആയിരിക്കും. 3x ആകുമ്പോൾ 30. ഇത് 4 വർഷത്തെ മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇപ്പോഴാണെങ്കിലോ, ഇപ്പോഴത്തെ വയസ്സ്, ഇത് ഡോട്ടർ മദറും, മകളും അമ്മയും. അപ്പൊ ഇപ്പം മകളുടെ വയസ്സാണെങ്കിൽ 10 + 4 14 വയസ്സായിരിക്കും. അമ്മയ്ക്കാണെങ്കിൽ 30 + 4 34 വയസ്സായിരിക്കും. ഇങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി 14 വയസ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 40 കുട്ടികളുള്ള ക്ലാസ്സിൽ വിശ്വനാഥന്റെ റാങ്ക് മുന്നിൽ നിന്ന് 19ാമതാണ്. അവസാനത്ത് നിന്ന് വിശ്വനാഥന്റെ റാങ്ക് എത്ര? സൊല്യൂഷൻ. ഇതൊരു ഡയറക്ഷൻ പ്രോബ്ലം ആണ്. 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തന്നിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് എമ്മും എന്നും ആണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ടോട്ടൽ T = m + n - 1. അപ്പൊ ഇവിടെ ടോട്ടൽ 40, മുന്നിൽ നിന്ന് 19ാമത്. അപ്പൊ ഇവിടുത്തെ ഒരു പൊസിഷൻ 19. അവസാനത്ത് നിന്ന് വിശ്വനാഥന്റെ റാങ്ക് എത്ര? അപ്പൊ ഇനി n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 40 = 19 + n - 1. അപ്പൊ ഇത് 40 = 19 - 1 18 + n. 40 - 18 = n. 40 - 18 22 ആണ് n. അപ്പൊ അവസാനത്ത് നിന്നും വിശ്വനാഥന്റെ റാങ്ക് 22 ആണ്. ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.